ഡൽഹിയിൽ ഈ പരാമർശം, വർക്കലയിലെ പരാമർശം വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റാനായിട്ടുള്ള അവിടെ ഉപകരണങ്ങളെല്ലാം എടുത്തു തുടങ്ങിയിരിക്കുന്നു. അതായത് വാചകങ്ങൾ വന്നു തുടങ്ങുന്നു. ദേശീയ വക്താവിൽ നിന്ന് തന്നെയാണ് തുടക്കം. മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിൻ അന്ന് നടത്തിയ സനാതന ധർമ്മ വിരുദ്ധ പരാമർശം പോലെ മുഖ്യമന്ത്രിക്കും CPIM-നും തിരിച്ചടിയാകുമോ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം? ഉടൻ തന്നെ വി മുരളീധരൻ അതിന് മറുപടിയുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടല്ലോ. വർക്കലയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു, അതിന് തൊട്ടു പിന്നാലെ അതിന് മറുപടിയുമായി വി മുരളീധരൻ വരുന്നു. വിഷയം കേരളത്തിലും ചർച്ചയാവുകയാണോ വലിയ രീതിയിൽ? സുജയ, ശിവഗിരി തീർത്ഥാടന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഒന്ന്, സനാതന ധർമ്മ ആശയത്തിൽ അത് മുന്നോട്ട് പോയിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി ഒരിക്കലും സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താവല്ല ശ്രീനാരായണ ഗുരു എന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ BJP നേതാക്കൾ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനടക്കം സനാതനധർമ്മത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു മുന്നോട്ട് പോയത്. അതിന് ഉദാഹരണമായി ശ്രീനാരായണ ഗുരു ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടെഴുതിയ പുസ്തകങ്ങളടക്കം ഉദാഹരണമായി കാണിക്കുന്നുമുണ്ട് BJP സംസ്ഥാന അധ്യക്ഷനടക്കം. ഏതായാലും ഇത് വലിയ തർക്ക വിഷയമായി മാറുകയാണ്. കാരണം ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിൽ അവിടെ സ്വാമി സച്ചിദാനന്ദ അവിടെ ഒരു പ്രസംഗം നടത്തുന്നു. വസ്ത്രം, ഷർട്ട് ഊരി ക്ഷേത്രത്തിൽ കടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം. ആ പരാമർശത്തെ ഏറ്റുപിടിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ വേദിയിൽ തന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഈ ഹിന്ദു മതത്തിൻ്റെ ആളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത്. ഏതായാലും അതിന് BJP നേതാക്കളുടെ മറുപടിയും അത് വീണ്ടും വളരെ വലിയ സജീവ ചർച്ചയായി മാറുന്നു. ഇന്നും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ട് വാർത്താ സമ്മേളനമുണ്ട്. അവിടെ BJP ഇതിന് ശേഷം, പ്രസംഗത്തിന് ശേഷം BJP നേതൃത്വം നടത്തിയ വിമർശനങ്ങൾക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി മറുപടി പറയാൻ സാധ്യതയുണ്ട്. സുജയ. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട് 3:30. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായി അദ്ദേഹത്തിന് നേരെ ഉയരാം.